അംഗനവാടിയിലെ മെനു പരിഷ്കരണം ബിരിയാണിയിൽ ഒതുങ്ങുന്നില്ല. പോഷക മാനദണ്ഡ പ്രകാരം കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായകരമായ രുചികരമായ ഭക്ഷണം ഇനി മുതൽ അംഗനവാടികളിൽ വിതരണം ചെയ്യും. ബിരിയാണി ആവശ്യപ്പെട്ട് ശംഖു എന്ന കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത മന്ത്രി വീണ ജോർജ് തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. എവിടെ അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ശംഖുവിന്റെ ആവശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് അങ്കണവാടികളിൽ ബിരിയാണി നൽകാൻ തീരുമാനിച്ചു. എന്നാൽ പരിഷ്കരണം അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഒരു കുഞ്ഞ് ശംഖു, അവന്റെ ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു. അവന് ബിരിയാണിയും കോഴിക്കാലും വേണമെന്നാണ്, ചിക്കൻ ഫ്രൈയും വേണം എന്നാണ് ആ മോൻ ആവശ്യപ്പെട്ടത്. ഭയങ്കര വൈറലായിരുന്നു. അതിന് ശേഷം അവന്റെ അങ്കണവാടി തന്നെ ആ മോന് കൊടുത്തു. ഒരുപാട് അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ട്. അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇത് പറഞ്ഞത് നമ്മളിത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു മെനു ഉണ്ടായിരുന്നില്ല. മുട്ട, ബിരിയാണി, പുലാവ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത്. 2 ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും 3 ദിവസമാക്കി മാറ്റിയിട്ടുണ്ട്. പരിഷ്കരിച്ച ഭക്ഷണ മെനു അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമായ ഭക്ഷണമാണ് നൽകുക. ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകളും അവയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം, പ്രോട്ടീൻ എന്നിവയടങ്ങിയ പോഷകമൂല്യവും ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നടന്ന സംസ്ഥാനതല അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ചടങ്ങിൽ വെച്ചാണ് മന്ത്രി പരിഷ്കരിച്ച മെനു പ്രസിദ്ധീകരിച്ചത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.